നമ്മുടെ ഈ ടോപ്പ് സിംഗറിന്റെ ഒരു ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങളെ ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മുടെ ഗ്രൂമേഴ്സിനാണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് വൈശാഖും സനൂപാണ്. രണ്ട് പേരും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ടോപ്പ് സിംഗറിന് വേണ്ടിയിട്ട്. അവരുടെ സമയം മൊത്തം എപ്പോഴും അവർ ഒരുപക്ഷെ ഫാമിലി പോണേക്കാളും കൂടുതൽ ഇവിടെ അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ സെറ്റും ഈ ഒരു ആംബിയൻസും എങ്ങനെയാണ് അതിലേക്ക് ലയിക്കുന്നത് ഈ രീതിയിൽ? അല്ല, നമുക്കറിയാവുന്നത്, നമ്മൾ പാടി വന്നിട്ടുള്ളതും പണ്ട് നമ്മൾ എന്താ പറയുക, പാട്ട് പഠിക്കുന്ന ടൈമിലൊന്നും നമ്മൾ ഇത്ര ശ്രദ്ധിച്ചിട്ടില്ല. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ടൈമിലാണ് പല പാട്ടുകളും ഇതിങ്ങനെയാണ്, ഇതാണ് നോട്ടുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ അത് ഒരു ജേണി അങ്ങനെ ആ സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങനെ വന്നു. പിന്നെ ഇപ്പം എന്താ പറയുക, നമ്മൾ അതിന്റെ കുറച്ചുകൂടി ആഴങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇന്നതാണ് ഇതിന്റെ ആ ഒരു, നമ്മൾ പറയില്ല, ഒരു എസെൻസ് എന്ന് പറയില്ല, നമ്മൾ ഓരോ പാട്ടിനും ഓരോ എസെൻസ് ഉണ്ടാവും. അത് മാക്സിമം അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രത്തോളം ചെയ്യാൻ പറ്റും. ഇപ്പം ശിവഗാമിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശിവഗാമി ഓൾറെഡി പഠിച്ചിട്ട് വരും. അതുകൊണ്ട് നമുക്ക് കുറച്ച് എന്താ പറയാ അധികം പണിയെടുക്കേണ്ടി വരില്ല. കാരണം ആദ്യമേ അവൾ പഠിച്ചു വരുന്ന ടൈമില് അവൾ അത് എന്താ പറയാ ഓൾമോസ്റ്റ് എല്ലാ നോട്ട്സും ക്ലീൻ ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനകത്ത് ചെറിയ ചെറിയ എന്താ പറയാ കുറച്ച് വർക്കുകൾ മാത്രം ചെയ്താൽ മതി. അതിൽ കൂടുതൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല. മിനുക്കുപണികൾ മാത്രം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് ഇപ്പൊ കഴിഞ്ഞ അവള് പാടിയിട്ടുള്ള ഹർഷഭാഷ്പം പാടി വന്ന ടൈമിൽ അതെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടി ആ ഒരു എസൻസ് കിട്ടണം, ആ ഒരു ഫ്ലേവർ വന്നില്ല എന്നുള്ള തോന്നിയ ടൈമിൽ ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട്, മോളെ ആ ഒരു ഫ്ലേവർ വന്നാൽ കുറച്ചുകൂടി നന്നായിരിക്കും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ തൊട്ടടുത്ത ഗ്രൂമിങ് വരുന്ന ടൈമിൽ അത് കറക്റ്റ് കിട്ടുകയാണ്. അത് കിട്ടുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു നിർവൃതി ഉണ്ട്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ മോളടുത്ത് പറയുകയും ചെയ്തു, മോളെ നന്നായിട്ടുണ്ട്, അസലായിട്ടുണ്ട് ഞാൻ പറയുകയും ചെയ്തു. അത് മോള് നന്നായിട്ട് പാടുന്ന കൂട്ടത്തിലാണ്. എല്ലാ പാട്ടുകളും ഇപ്പൊ പറഞ്ഞില്ലേ ഒരു നിർവൃതി കിട്ടുന്നുണ്ട്. അതെ അതെ, അതാണ് യഥാർത്ഥ ഒരു ടീച്ചറിന്റെ അടയാളം. സത്യം. പറഞ്ഞ പോലെ എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പിള്ളേരെ പഠിക്കാനും സാധിച്ചു. ശിവഗാമിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗ്രൂമിങ്ങിന് വരുമ്പോ ഭയങ്കര പാവം പോലെ വന്നിരിക്കും, പക്ഷെ പാടണേക്കുമ്പോ നമ്മള് ചില പാട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പൊ ഈ പാട്ട് പ്രത്യേകിച്ചും വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അങ്ങനെയാണോ എല്ലാ പാട്ടുകളും? ശിവഗാമി കുഞ്ഞ് അങ്ങനെയാണോ ആദ്യം പാടാൻ വരുമ്പോ? അതെ അതെ, എഫേർട്ട്ലെസ് ആയിട്ട് പാടും. അതെ, അവള് പാടുന്ന ടൈമിൽ അങ്ങ് കൂളായിട്ട് നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ ഹെവി ആയിട്ടുള്ള പാട്ട് ഈസി ആയിട്ട് ഇത്ര പാടുന്നു. അത് ഈ പ്രായത്തില് അതാണ് ഭയങ്കര. അതുകൊണ്ടാണ് ഞാനിപ്പോ ഒരു പേര് കൊടുത്തത് ലിറ്റിൽ ജീനിയസ് എന്ന് പറഞ്ഞത്. സത്യം അല്ലേ? അങ്ങനെയല്ലേ തോന്നുന്നേ സനൂപേ? തീർച്ചയായും. എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്ര അധികം സപ്പോർട്ട് കൊടുക്കുന്നത്, സപ്പോർട്ടല്ല, അവർക്ക് ആ ഹൃദയമിടിപ്പ്, സംഗീതത്തിന്റെ ഹൃദയമിടിപ്പ് കൊടുക്കുന്ന രണ്ട് ഗുരുക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ശ്യാമിനും സ്വാതിക്കും സിയാദിനും കൂടെ നമ്മുടെ വലിയ നമസ്കാരമുണ്ട് ഈ ഒരു സമയത്ത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. 1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.